അതൊക്കെ ടൈമിംഗ് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇവന്റെ ഒക്കെ മാറ്റം നോക്കിയാ പാപ്പ. റിക്രൂട്ട്മെന്റ് വന്നപ്പോ നാണം കുണുങ്ങി ഞാൻ അടിക്കാം, സിറ്റുവേഷൻ വരുമ്പോ പെർഫോം ചെയ്യാം എന്നൊക്കെ കുണുങ്ങി പറഞ്ഞവനാ. ഇപ്പം എന്റെ മുന്നിൽ കൂടി എന്റെ വണ്ടിക്കകത്തിരുന്നവൻ അവന്റെ ലവറിനെ വിളിച്ച് പഞ്ചാരി നന്നായിക്കോടാ. ഇവരെപ്പോലുള്ള കുറച്ച് പേരുള്ളതുകൊണ്ട് നമുക്ക് നല്ല ലോയാലിറ്റി പോയിന്റ് കിട്ടുന്നുണ്ട്. അതാണ് ലോയൽറ്റി പോയിന്റ് പറഞ്ഞത്. പെണ്ണില്ലാത്ത പിടി അവർക്ക് പെണ്ണ് നിനക്ക് ഒരു ലോയൽറ്റി പോയിന്റ് എന്ന് വെച്ചാൽ 1550 കാർഡെന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ 150 കാർഡല്ലേ? അല്ല അത് 15 കാർഡോ? 15 കാർഡ് 100 അവര് 15 കാർഡ് കുറവാ. പക്ഷേ അത് കഴിഞ്ഞ ഒരാഴ്ചയിലെ അവസാനം ഒരാഴ്ചയിലാണല്ലേ? വീക്കിലി റീസെറ്റ് ആണോ ഇത്? അല്ല മോണിറ്ററിംഗ് ടൈം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ റീസെറ്റ് ചെയ്തായിരുന്നല്ലോ പോയിന്റ്. ഞങ്ങളൊക്കെ കമ്മിറ്റഡ് ആയ തീരെ പ്രശ്നമുള്ളതാ. നിനക്ക് പെണ്ണും കിട്ടത്തില്ല, നീ പ്രശ്നങ്ങളേ ഉള്ളു. പെണ്ണുങ്ങൾക്കും കൂടി തോന്നുന്നുണ്ട് നിന്നെ കമ്മിറ്റ്. പെണ്ണുങ്ങൾക്ക് ഫീലിങ്സ് കണ്ടടാ നിന്റെ അടുത്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ക്യാരക്ടർ മാറി ഏത് പെണ്ണാണ്ടല്ലോ അപ്പളെ ഫ്രണ്ട് ആക്കി കളയാ. അതല്ലടാ ഞാൻ തുടക്കം പറഞ്ഞ ഡിഫറൻസ്. അത് കിണ്ടില്ലാത്ത കാരണമാണ് നീ ഇരിക്കുക. റേഡിയോ കണക്ട് ചെയ്യണ ഗാങ്ങിലല്ലേ? ഹലോ. സോ നാളെ അല്ല, ഇത് വലിയ മീറ്റിംഗ് ഒന്നും അല്ല, ഞാൻ ജസ്റ്റ് ചുമ്മാ നിങ്ങളെ കൊണ്ടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. നാളെ ഞാൻ പറഞ്ഞില്ലേ, നാളെ നമ്മളൊരു നിങ്ങളുടെ IQ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലെ നല്ല നല്ല ഐഡിയാസ് ഉള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി നടത്തുന്നുണ്ട്. നാളെ 30 പേര്, TV-യിലെ 30 പേര് നാളെ വരണം. ഇന്നിപ്പോൾ 15 പേരുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഞാൻ പറയാം, ഈ ഇരിക്കുന്ന 15 പേരും നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് 3 ഉണ്ടാക്കണം. മനസ്സിലായോ? 3 പേര് ഗ്രൂപ്പ് ഓഫ് 3യോ? അതായത് നിങ്ങൾ ഒരു ഗ്രൂപ്പ് 3 പേര്, നിങ്ങൾ 3 പേര് നിങ്ങൾ കൂട്ടത്തിലുള്ള 2 പേരെയും കൂടെ സെലക്ട് ചെയ്ത് ഇതാക്കണം. മനസ്സിലായോ? സെലക്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരു സെമിനാർ പോലെ പ്രസന്റ് ചെയ്യാം. അതെ, ഈ സിറ്റിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഐഡിയാസ്. ഏറ്റവും നല്ല ബിസിനസ് ഐഡിയ കൊണ്ടുവരുന്ന ഗ്രൂപ്പിന് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം വാസവനെ? ഇല്ല, അപ്പാപ്പനും ഞാനും ജോഗിയും ചന്ദ്രനും അവിടെ ഇതാണ് ജഡ്ജിങ് പാനലിലാണ്. ഓക്കെ. നിങ്ങൾക്ക് അത് എങ്ങനെ വേണേ പ്രസന്റ് ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ. കോമഡി ആക്കാം, തമാശയാണ്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഐഡിയ അടിപൊളിയായിരിക്കണം. ഓക്കെ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പൊ ചന്ദ്രനെ പോലത്തെ ആൾക്കാർക്ക് തിങ്ക് ചെയ്യുന്ന ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാങ്ങിന്റെ ഇൻവെന്ററിയിൽ നിന്ന് ഗണ്ണെടുത്ത് വെളിയിൽ കൊണ്ട് കൊടുക്കുക, പൈസ ഉണ്ടാക്കി അത് കൊണ്ട് തരിക, അങ്ങനത്തെ കൊണ്ടുവന്ന് അടിച്ച് തെറിച്ചു തരും. മനസ്സിലായോ? എനിക്ക് അങ്ങനത്തെ അല്ല വേണ്ടത്. നാട്ടുകാരെ എല്ലാ ഐഡിയയും അക്സെപ്റ്റ് ചെയ്യും. ഈ സിറ്റിക്ക് അത് ചെയ്യാൻ പറ്റണം. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം, ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന പയ്യൻ നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പം. അത് ശരിയാണ്. അതാ പറഞ്ഞു. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഐഡിയൊക്കെയാണ് പൈസ. ഐഡിയ മതി നമുക്ക്. മനസ്സിലായ? എടാ റിവീൽ ആക്കിയോ? എന്ത് പ്രൈസ് പറഞ്ഞു? ക്യാഷ് പ്രൈസ് ഉണ്ട്, പക്ഷെ അകത്തല്ല, പുറത്ത്. ബെസ്റ്റ് ഐഡിയക്ക് പുറത്തായിരിക്കും ഞാൻ റിവാർഡ് തരാൻ പോണേ. പിന്നെ ഞാൻ വേറെ ആരോട് പറയാം ചെറിയൊരു അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഈ മാസത്തെ TDM-ല് ഈ സിറ്റിയിലെ ഏറ്റവും ടോപ്പ് കില്ലെടുക്കുന്ന TDM-ലെ ആൾക്ക് ഞാൻ എൻ്റെ സൈഡിൽ നിന്നൊരു 15K കൊടുക്കുന്നുണ്ട്. സെർവറിൽ ആർക്കാണെങ്കിലും കൊടുക്കും. ഞാൻ നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ഇരിക്കരുത്, ദയവേത്.
സോ നമുക്ക് അത് പറഞ്ഞോണ്ട് ഇപ്പൊ ഇരിക്കും. അല്ലല്ല അങ്ങനെ ഇരിക്കണ്ട, നമ്മൾ അങ്ങനെ ഇരിക്കണ്ട. നമ്മൾ കുറച്ച് നല്ല നല്ല PvP പ്ലേയേഴ്സ് ഒക്കെ വരുന്നെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ അവർക്കൊരു എക്സ്പോഷർ കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ്. നിനക്കൊക്കെ ഇതിന് മുകളിൽ എക്സ്പോഷർ എങ്ങ് പോയാലും കിട്ടാനില്ല, മനസ്സിലായ? അതുകൊണ്ട് നീയൊക്കെ പ്രൂവൺ PvP പ്ലേയേഴ്സാ. അപ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ബാക്കി സിറ്റിയിലെ വേറെ ആരെങ്കിലും അത് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. നമുക്ക് ഈ വെളിയിലുള്ള കുറച്ച് PvP പ്ലേയേഴ്സിന് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു സാധനമായിട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി ട്രൈ ചെയ്യാൻ മെനക്കെട്ടിരിക്കല്ലോ കേട്ടോ ആരും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടേ ഇരിക്കാം, പക്ഷേ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ? ആ ഓക്കെ. അപ്പോൾ എന്താ പിന്നെ വേറൊരു കാര്യം, അത് ശരി. അപ്പൊ ഇരിക്കാതാണോ ഇരിക്കാൻ പാടില്ലെന്നോ? അല്ല, അവന്മാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇരുന്നോട്ടെ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ ഈ കുത്തി ഇരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്മാർക്ക് ഇരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇരുന്നോട്ടെ. അല്ലാതെ അതൊരു പാർട്ടിസിപ്പേറ്റ് നമ്മൾ കൊണ്ടുവന്ന പരിപാടി ആയതുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മറ്റേ സമയം കളയണ്ട എന്ന് ഞാൻ പറയുന്നു. ആ പിന്നെ സോ നമുക്ക് ഇനി തൊട്ടൊരു ഓഫീസ് റൂം ഉണ്ടായിരിക്കും. ആ ഓഫീസ് റൂം നമ്മൾ എവിടെ വെക്കണം എന്നുള്ളൊരു പ്ലാൻ ചെയ്തിട്ടില്ല. തക്കുടുവാവ അസോസിയേറ്റ്സ്, അതാണ് നമ്മുടെ പുതിയ അതിൽ കുറച്ച് കാര്യങ്ങൾ ഇനി ഫ്യൂച്ചറിൽ വരാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ലോങ് ടൈം ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു പരിപാടിയാണ്. അതിൽ ഈ സിറ്റിയിലുള്ള എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പങ്കെടുക്കാനും ഉള്ള ഒരു ചാൻസാണ് നമ്മൾ അതിനകത്ത് കൊണ്ടുവരുന്നത്. സോ അതിൻ്റെ സ്റ്റാർട്ടിങ് നിങ്ങളെ വെച്ചായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ മറ്റേ സെർവറിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് പോയി കാണണം. ഒരു 2 ദിവസം കൊണ്ട് നമ്മൾ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് നിഞ്ച ഡെവലപ്പ് ചെയ്തതാണത്. അപ്പോൾ അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു നിങ്ങൾക്കാണെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, തക്കുടോവ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് നമ്മുടെ രീതിയിൽ ഗ്യാങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന എന്ത് ഡീലിങ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഓഫീസിൽ പോയി ചെയ്യാം. അതായത് ഞാൻ വരുന്ന സമയത്ത് ഇനി എൻ്റെ പഞ്ചാരയും കിങ്ങിണിയും കൊണ്ട് അവിടെ നിന്ന് കിന്നരിക്കാനാണെങ്കിൽ അടിക്കും. CCTV ക്യാമറ വിത്ത് ഓഡിയോ ആണ് ഞാനത് വെച്ചേക്കുന്നത്. എല്ലാ ആംഗിളിലും ക്യാമറ ഉണ്ട്. അതുകൊണ്ട് അതിനകത്ത് വേറെ പരിപാടികളൊന്നും നടക്കരുത്. ഇവിടെ TV ഗ്യാങ് ഹൗസിലെ പോലെ തന്നെ പെമ്പിള്ളാരെ കൊണ്ടുവന്ന് കറങ്ങാൻ അതിനകത്ത് സമ്മതിക്കത്തില്ല. പക്ഷേ ക്ലയൻസ് ആയിട്ടുള്ള പെമ്പിള്ളാരെ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് അവിടെ സംസാരിപ്പിക്കുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല. ഒരു മാനേജറും അങ്ങനെ ഒന്നുമില്ല ഇതിലങ്ങനെ മാനേജർ ഒന്നുമില്ല. വില്ലുമോനെ എടാ, നിനക്ക് അതിന് പ്രേമം കഴിഞ്ഞിട്ട് നിനക്ക് മാനേജ് ചെയ്യാനുള്ള സമയം കിട്ടുമോ നിനക്ക്? ഓക്കെ. അപ്പൊ അതിനകത്ത് എന്താ നമ്മൾ ചെയ്യാൻ പോണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം. അത് നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. അതുകൊണ്ട് അത് 1 ദിവസം 2 ദിവസം കൊണ്ട് തീരുന്നൊരു പരിപാടിയല്ല. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യാനും ഇത് ചെയ്യാനുള്ള സിറ്റിസൺസിനും ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും അതിലോട്ട് വരാനുള്ളൊരു ചാൻസ് കൂടെ ഞാൻ അതിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് അടുത്തൊരു ഫ്യൂച്ചറിൽ അത് മനസ്സിലാവും എന്താണ് കാര്യമെന്ന്. അപ്പോൾ നമുക്ക് ഇപ്പൊ നമ്മുടെ കുറച്ചുകൂടെ സെറ്റ് ആവാനായിട്ടേ നമുക്ക് അവിടെ സ്ക്രീനും ഇതും വെക്കാം. അപ്പൊ ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ എഡ് ചെയ്യാം, അതുപോലെ വീഡിയോ വേണമെങ്കിൽ വീഡിയോ പ്ലേ ചെയ്യാൻ സെറ്റ് ചെയ്യാം. അപ്പൊ അവർക്കൊരു പ്രസന്റേഷൻ പോലെ മനസ്സിലായി. അപ്പൊ സെറ്റ് ആയിട്ട് വരും. അപ്പൊ സ്ഥലമുണ്ടല്ലോ, അതുണ്ട് അതൊക്കെ സെറ്റ് അയച്ചിട്ടുണ്ട്. അത് ഇപ്പൊ ഉണ്ടാവില്ല, അത് വരും. എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്റെ ഉദ്ദേശം എന്താന്ന് അപ്പൊ പറയോ? നമുക്ക് TV-ക്ക് വേണ്ടുന്ന, ഞാനിപ്പോ എക്സാമ്പിൾ പറയാം. അപ്പൊ ഇവിടെ എല്ലാവർക്കും സംസാരിക്കാനുള്ള കഴിവുണ്ട്, PvPക്കുള്ള കഴിവുണ്ട്, എല്ലാത്തിനും കഴിവുണ്ട്. സിറ്റിയിൽ കുറെ അണ്ടർ റേറ്റഡ് ആയിട്ട് സംസാരിക്കാനും എല്ലാം അറിയാവുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അപ്പാർട്ട് ഫ്രം ഒരു ഗ്യാങ് സപ്പോർട്ട് അല്ലാതെ വെളിയിൽ നിന്ന് ഹയർ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ എക്സാമ്പിൾ, നമ്മുടെ ഒരു ലീഗൽ അഡ്വൈസർ, നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡീൽ ചെയ്യുന്ന ഒരാൾ, നമുക്കിപ്പോൾ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ ബിസിനസ് മാനേജ് ചെയ്യുന്ന ഒരാൾ, ഈ ഗ്യാങ് ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഈ പറയണതുപോലെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഇവന്മാർക്ക് പെണ്ണ്, അതിൻ്റെ പുറകെ ഇതിൻ്റെ പുറകെ എല്ലാം നടക്കണം. അപ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഇതിനകത്തുനിന്ന് വെളിയിൽ നല്ല സംസാരിക്കാനും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും താല്പര്യമുള്ള ആൾക്കാരെ ഒരു കമ്മ്യൂണിറ്റി പോലെ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതിനകത്ത് നമ്മൾ എത്രത്തോളം ആത്മാർത്ഥതയോട്ട് നിൽക്കുന്ന ആൾക്കാരെ നമ്മളൊരു അല്ല അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അതേ അപ്പൻ്റെ അടുത്ത് വഴിയെ പറയാം, അല്ലേ ഞാൻ വഴി പറയാം. അപ്പോൾ അതിനകത്ത് വേറെ കുറേ ആക്ടിവിറ്റീസ് ഞാൻ നിഞ്ച വെച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവൻ അതിനകത്ത് കുറച്ച് പരിപാടികൾ അല്ലാതെ കൊണ്ടുവരും. അപ്പുകുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പുകുട്ടാ ബർത്ത്ഡേ ആണോ?
അപ്പുകുട്ടാ വെരി വെരി ഹാപ്പി റിട്ടേൺസ് അപ്പുകുട്ടാ. വേണ്ട ആ അണ്ണാ താങ്ക് യു റേഡിയോയിലില്ല അണ്ണാ കേക്ക് ഇല്ലാത്തോണ്ട് റേഡിയോ ഇല്ല പറഞ്ഞ ഈ ആഴ്ച നീ അപ്പുകുട്ടാ വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേടാ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു അണ്ണാ താങ്ക് യു എത്ര വയസ്സായി എത്ര വയസ്സായി? 25 5 വർഷം മുമ്പ്. സത്യം 25 അണ്ണാ ബ്രോ സത്യം പറയാം ആധാർ കാർഡ് കണ്ടു എത്ര ബാബിന്റെ എത്ര വയസ്സൊന്നുമില്ല എനിക്ക് TR ശിവൻ സാഗറാ. സാഗറാണത് CR ശിവൻ സാഗർ. അണ്ടാ ഞാൻ അടിച്ചത് വേറെ ആർക്കും പോയെന്ന് തോന്നുന്നു. Thank you so much. താങ്ക് യു എത്ര വയസ്സായി? 25 ബർത്ത്ഡേ. ഇതെന്താ വേറെയാണോ മോനെ ഇതാണോടാ നിന്റെ ഹാപ്പി ബർത്ത്ഡേ SXG. അവിടെ നമ്മള് റിവീൽ ചെയ്തേ. എടാ നമുക്കെന്നാ അതൊന്ന് പോയി കണ്ടിട്ട് വരാം. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. എടാ വലിയ ബെഡ സെറ്റപ്പ് ഒന്നും അല്ല. നമ്മൾ ചുമ്മാ ജസ്റ്റ് നമ്മുടെ ഒരു സ്പേസ് ആയിട്ട് മാത്രം ഇതാക്കിയതാണ്. ചെറുതാണ് കുഞ്ഞത്. ചെറുതാ. അപ്പൊ വലുതാക്കണ്ടെന്ന് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു എൻ്റയർ സിറ്റിയിൽ ഒരു വലിയ സ്പേസ് കളയാനും താല്പര്യമില്ല. അപ്പൊ അങ്ങനെ ചെയ്തതാണ്. നമുക്ക് ജസ്റ്റ് അപ്പുറത്തോട്ടൊന്ന് പോയി കയറി കണ്ടിട്ട് വരാം. ഓക്കെ അയ്യോ പെട്ടെന്ന് വരണം. എല്ലാരും പെട്ടെന്ന് വരണം. ഡിലേ ആക്കല്ലേ. ഇങ്ങോട്ട് അതെ പണ്ട് മുതലേ കണ്ണാപ്പിയുടെ പരിപാടി എന്നാ 11-ാം തീയതി അല്ലേ? 11 ഇന്ന് എത്ര ഡേറ്റ്? 9 2 ദിവസം കൂടെ ഉള്ളല്ലേ? ഇന്ന് അടുത്ത ദിവസം ശനിയാഴ്ച ഇന്ന് 10 ഇന്ന് 12 ഇന്ന് 9 ഇന്നാണ് 9. ഓക്കെ യെസ് 9 എന്റെ ഡേറ്റ് എനിക്ക് തീരെ ഒരു ഡേറ്റ് ഗൈസ് ഇത് വലിയ സെറ്റപ്പ് ഒന്നും അല്ല ഗൈസ്. ഞാൻ പറയണട്ടോ, നമ്മള് ഇപ്പൊ ഒരു വൈമാപ്പ് കൊണ്ടുവരുന്ന സമയത്ത് വലിയ വൈമാപ്പൊക്കെ ആയിട്ട് പഞ്ചായത്ത് പോലൊക്കെ പണിത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ആൾക്കാർക്ക് ഭയങ്കര ലോഡാവും. മനസ്സിലായ? ബാക്കിയുള്ളവർ നമ്മുടെ RP ചെയ്യുന്ന സാധനം അതായത് ഒരു ഗ്യാങ് ഹൗസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെയും ഗ്യാങ് ഹൗസ് ഒക്കെ വലുപ്പത്തിൽ പണിയുവാണെങ്കിൽ പിന്നെ ഓക്കെയാണ്. പക്ഷേ ഇത് നമ്മുടെ ഗ്യാങ്ങിൻ്റെ ഒരു RP ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം ബാക്കിയുള്ളവർക്ക് കൂടെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ വലുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശോകമാണ്. അതുകൊണ്ടാണ് മിനിമലായിട്ട് ചെറിയായിട്ടൊരു സാധനം പണിതട്ടേ ഉള്ളൂ. ഇതാണോ നീ പറഞ്ഞ ചെറിയ സെറ്റപ്പ് എന്ന് പറഞ്ഞത്? അതെ ചെറുതായിട്ട് ഐശ്വര്യ ചാൻ കേറല്ലേ? ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ കേറാ കേട്ടാ. ഇമോട്ടില്ല കൈ പിടിക്കാൻ. കേരളയുടെ വെയിറ്റ് എന്തായാലും ഈശ്വര പ്രാർത്ഥന ചെറിയൊരു ഈശ്വര പ്രാർത്ഥന. അപ്പം എല്ലാരും അതൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് ഈ ഒരു നല്ല സംരംഭം തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഒരു ഈശ്വര പ്രാർത്ഥനയിൽ ആരംഭിക്കാം. അഖിലാണ്ട മണ്ഡല മണിച്ചോരുക്കി പറ അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി മാത്രം നടക്കണേ. തൊട്ടപ്പുറത്തുള്ള ഏത് ബിസിനസ് പോയാലും നമ്മളെ അപ്പൊ നമ്മുടെ ഈ ഒരു സംരംഭം വളർന്ന് വലിയൊരു സംരംഭം ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ധൈര്യത്തോടു കൂടിയല്ല എന്താ പറയാ നാളത്തോട്ട് ഓയ കഴക്കൂട്ടാന്ന് വിചാരിക്കുമ്പോൾ ഇത് നാളെ നോക്കുമ്പോ ഓയാ കഴക്കൂട്ടും ആക്കിയാൽ കാര്യം പറഞ്ഞേക്കാണല്ലേ. ഓക്കെ വലത്തേക്കാല അണ്ണാ. ഇടത്തേക്കാല എന്റെ കുഴപ്പമില്ല. പോലെ ഇരിക്കാനുള്ള എല്ലാരും ഉണ്ട് കേട്ടാ.
അപ്പാപ്പനാണല്ലേ എല്ലായിടത്തും. ഇതെന്റെ സോഫ നമ്മുടെ ഒരു ഫോട്ടോ വെച്ചില്ലല്ലോ. അപ്പാപ്പനാണല്ലോ എല്ലായിടത്തും. അണ്ണാ ഇത് അപ്പാപ്പനാണ് എല്ലായിടത്തും. ഇതോ, ഇതോ കളിയാ, അപ്പാപ്പനാണ്. ഇതിലെങ്കിലും ഉണ്ടായ മതി. ഓ ഇതൊക്കെ ഇത് കിട്ടില്ലല്ലേ? അത് കൊള്ളാം. ഇത് അപ്പാപ്പന്റെ സീറ്റാ, അതല്ല അപ്പാപ്പന്റെ ഫോട്ടോ സൈഡ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പാപ്പനെ അതിലില്ല കേട്ടോ, അതുകൊണ്ട് അപ്പാപ്പനെ സെപ്പറേറ്റ് ആയിട്ട് അല്ല വെച്ചു. ഇത് അണ്ണന്റെ ഓഫീസ് മുകളില. ഇത് മേളിലോട്ടോ ഇനി ആ വാ. ഇത് ജോക്കിയുടെ ഓഫീസാണോ? ആ അണ്ണൂരിപ്പൊ താഴെയാക്കി കഴിഞ്ഞല്ലോ പറഞ്ഞു. ഇതാണോ നീ ചെറുതെന്ന് പറഞ്ഞത്? ആ ഫോട്ടോ എടുത്തെടുത്ത് മാറ്റി. അണ്ണു വന്നിട്ട് പറയും അണ്ണുവിന് താഴെ അണ്ണൻ നല്ല മേളിൽ. സ്പേസ് ഉണ്ടല്ലേ? ഓടിക്കളിക്കാനുള്ള സ്ഥലം. ഓ ഇതാണ് അണ്ണന്റെ. ഇത് ഭയങ്കര സിമ്പിൾ ആൻഡ് കിടിലൻ ഡിസൈൻ ആണ്. അണ്ണൻ സിമ്പിൾ ആയോണ്ടല്ലേ. പോയടാ ഫസ്റ്റ് നിന്ന് മണി എന്റെ കാര്യം മാത്രം എന്താ ഇങ്ങനെ നടക്കണേ? നമ്മുടെ പരിപാടി ഇവിടെ നടത്തണം. ഓ ഓക്കെ നോക്കട്ടെ. നാളത്തെ ബിസിനസ് മീറ്റിംഗ് പരിപാടി നമ്മൾ ഇവിടെ ആയിരിക്കും നടത്തുന്നത് കേട്ടാ. അപ്പൊ തറയിലിരിക്കണോ നമ്മള്? നിങ്ങൾ ഇരിക്കണ്ടല്ലോ, നമ്മളല്ലേ ഇരിക്കണേ. അവിടെ ഒരു ഫോട്ടോ ഉണ്ട്. നോക്കട്ടെ. ഈ ഫ്രെയിം തറയിലിരിക്കണതാണ് പറയണേ. എടാ നമുക്ക് സ്ക്രീൻ എവിടെ ആയിട്ട് വെക്കാനാണ് പ്ലാൻ? സ്ക്രീൻ ആരെ ഫ്രണ്ട്, നിങ്ങളുടെ ഫ്രണ്ടിലായിട്ട് വെക്കാം. അല്ല നാളെ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ളതൊന്നും ഇല്ല. 3 പേര് വരുന്നു, കഥ പറഞ്ഞു വരുന്നു, പ്രസന്റ് ചെയ്യുന്നു, പോണു. അടുത്ത 3 പേര്, ബാക്കിയൊക്കെ ഡിസ്കഷൻ ഒക്കെ താഴെ. നാളത്തെ കേസിനാണല്ലോ ഞാൻ. നാളെ തന്നെ ഇത് മറ്റേ കാര്യം പറയോ ഇവരെടുത്ത്? അത് അപ്പൊ എളുപ്പമായിരിക്കും നാളേക്ക് ചെയ്യാനായിട്ട്. ഐഡിയ കിട്ടും. നീ റെഡിയിലും പറഞ്ഞു. കേക്കണ്ടോ? ഹലോ. അപ്പൊ നാളെ നമുക്ക് താല്പര്യം ചെയ്യാനായിട്ട് ഇപ്പൊ ബിസിനസ് ഐഡിയ നിൽക്കുവാണെങ്കിൽ ഒരു ഫോട്ടോ ആയിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വന്നാൽ നമുക്ക് സ്ക്രീനിൽ സെറ്റ് ചെയ്യാം. കുറച്ചും കൂടി ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് PPT മനസ്സിലായോ? സ്ലൈഡ് അങ്ങനെ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ എല്ലാരും ബെസ്റ്റ് ഐഡിയ ആയിട്ട് വരാം. സ്ലൈഡ് വീഡിയോ ആക്കിക്കൊണ്ട് പറഞ്ഞതാ പറഞ്ഞത്. വീഡിയോ ആക്കി കൊണ്ടുവരണം സ്ലൈഡ്. നിങ്ങളെ തെരുവിളിക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിയത്. സെറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നോക്കിയിട്ട് ചെയ്യാം. ഞങ്ങള് കത്തിയുടെ വിജയമാണ്. ആ അത് നന്നായിരിക്കും. എന്റെ ഒരു ഐഡിയ ഉണ്ട്. ഞാൻ ബത്തുവിനോട് പറഞ്ഞപ്പോ ഇതാണ് സാധനം. അപ്പൊ ഇത്രേ ഉള്ളു. ചെറിയൊരു സെറ്റപ്പാണ് നമ്മുടെ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് എല്ലാവർക്കും ലോഡാവുന്ന രീതിയിലത്തെ കുറച്ച് സിമ്പിൾ ആയിട്ടൊരു സാധനം അവനോട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അവനൊരു 2-3 ദിവസത്തിൽ ചെയ്ത പരിപാടിയായത്. 3 ദിവസത്തിൽ ചെയ്തൊരു ഓ ഇവിടെ ഇരുന്നല്ലേ മാനേജർ ആയല്ലേ അപ്പൊ ഇതൊരു. ഞാനും എഴുതോട്ടെ അണ്ണാ, അവൻ ഒറ്റയ്ക്ക് ആവണ്ടായല്ലോ. ധൈര്യമായിട്ടിരുന്നു. ഗൈസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്, ഇത് ഇവിടെ തന്നെ വേണോ അതോ കുറച്ചും കൂടി ഉള്ളിലോട്ടുള്ള സ്ഥലം പിടിക്കണോ? ഇവിടെ നോക്ക്, ഇത് ഈ ഏരിയ കണ്ടോ? ഇതാണ് ഏരിയ. ഇവിടെ തന്നെ മതിയെങ്കിൽ നമുക്ക് വേണം ഇവിടെ തന്നെ വെക്കാം. ഇതാകുമ്പോ എല്ലാവർക്കും അക്സസിബിൾ ആണ്. അപ്പാപ്പ കേക്കോ? അപ്പാപ്പ ഉണ്ടല്ലോ. അപ്പുക്കുട്ടനാണല്ലോ. അത് അപ്പാപ്പനല്ല, അപ്പുക്കുട്ടനായിരുന്നല്ലേ. നിഞ്ച നമുക്കിത് ഇവിടെ തന്നെ വെച്ചാലോടാ. അങ്ങനെ സെറ്റ് ആക്കാം. നമുക്കാണെങ്കിൽ നല്ല രീതിയിൽ കംപ്രസ് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം. അധികം ലോഡില്ലാത്ത രീതിയിൽ. അല്ല ഇവിടെ ഡീലർഷിപ്പ് വല്ലതും ഉണ്ടോ ഇവിടെ? അപ്പാപ്പ ഇവിടെ തന്നെ വെക്കാൻ പറ്റുമോ? സീനൊന്നുമില്ലല്ലോ. വലിയ ഇഷ്യൂസൊന്നുമില്ല. അല്ല ഞാൻ വേറെ ഇവിടെ ആവുമ്പോഴേ എപ്പോഴും ഭയങ്കര റഷ് ആവൂലേ, ആൾക്കാരൊക്കെ ഒരുപാട് ഉണ്ടാവൂലേ എപ്പോഴും. അതും ചാൻസ് ഉണ്ട്. എന്നാ നമുക്ക് പലേട്ടോ പിടിച്ചാലോ? പലേട്ടോ അല്ലെ സാൻഡി? ആക്കാം. പക്ഷെ ഈ മാപ്പ് ഇതേപോലെ അങ്ങോട്ട് വെക്കാൻ പാടായിരിക്കും. ആണോ? എടാ പലേട്ടോയിൽ എവിടെയെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നിനക്ക് വെക്കാൻ പറ്റിയ? പലേട്ടോ സൈഡ് ഇതുപോലെ തന്നെ ഇരിക്കും. ഈ ഒരു ഭംഗിയാണ്. ഇതിപ്പോ ഒരു നല്ല ഒരു ഭയങ്കര ബ്ലെൻഡ് ആയിരിക്കുന്ന ഒരു
പലയത്തെ അല്ല മറ്റേ SRR അപ്പുറത്ത് കുറച്ച് പറമ്പ് നോക്കാം, പണ്ടത്തെ set ചെയ്യാം. SRR അപ്പുറത്ത്. അല്ലെങ്കിൽ ഇത് അധികം ലോഡ് ഇല്ലെങ്കിൽ രീതിയിൽ സെറ്റ് അതുകൊണ്ടല്ല നിഞ്ച ഇവിടെ ക്രൗഡ് കൂടുതലായിരിക്കും മനസ്സിലായ പലേട്ടോല പീടി വെട്ടിട്ട് ഇത് വെച്ചൂടെ ഗൈസ് ഇത് നമ്മള് കാര്യം എന്താന്ന് പറയട്ടെ, നമ്മൾ അവിടെ ഈ റാൻഡം സിറ്റിസൺസ് ഒക്കെ ഈ RPക്ക് ഇടയിൽ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ശോകമാവും. അപ്പം നമുക്ക് ഒരിക്കലും അവരുടെ അടുത്ത് മെറ്റടിച്ച് വന്നതാണെന്നോ അല്ലെങ്കിൽ ഒന്നും പറയാനും പറ്റത്തില്ല. കാരണം ഇത് കോമൺ ഏരിയയാണ്. മറ്റേ നമ്മൾ ഈ ഗ്യാങ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത്, ഗ്യാങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ നടത്തുന്ന സമയത്ത് ഈ വഴിയെ പോണവരെല്ലാം അതിൻ്റെ അടുത്തോട്ട് വന്നാൽ ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്, മനസ്സിലായ? അവരുടെ ബഹളവും അവരുടെ ഇതും എല്ലാം ഉണ്ടാവും. പിന്നെ വണ്ടിയുടെ ബഹളം അതും ഇതും എല്ലാം. അപ്പോൾ കുറച്ചും കൂടി ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ വേറെ ഗ്യാങ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഇതാക്കുമ്പോഴെല്ലാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. നിഞ്ച ഡോർ ലോക്ക് കൊണ്ടുവരാൻ പറ്റുമോ? നിഞ്ച പറ്റിയൊരു അടിപൊളി സ്ഥലമുണ്ട് നിഞ്ചാടാ. ആ ക്വാർട്സ് ബിൽഡിംഗ് ഇല്ലേ, ക്വാർട്സ് ബിൽഡിംഗ് കോട്സ് ബിൽഡിംഗിൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പാർക്കിങ് നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ തൊട്ടടുത്ത് അവിടെ വെച്ച വല്ല സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ പറഞ്ഞെത്താൻ ആൾക്കാർക്ക് മുതുക്കെടുത്ത് എല്ലാം നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ അടുത്ത് വേണ്ട. നമ്മൾ ഈ ഗ്യാങ് ഹൗസ് പരിസരത്തൊന്നും അല്ലാതെ നമുക്ക് മാറി കുറച്ചൊക്കെ ഒന്ന് നടക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ വലിയ സ്റ്റേഡിയം ഇല്ല ഞാൻ പറയാം. പലേറ്റോ സൈഡ് നോക്കും. ഇവിടെ നല്ല രസമാണ്. പലേറ്റോ സൈഡ് നോക്കിയിട്ട് ഏതെങ്കിലും എടുത്ത് പ്രോപ്പർ ആയിട്ട് ഇതാവുമെങ്കിൽ നീ എന്നോട് പറ. നമുക്ക് ബെറ്റർ ഏതാ നോക്കിയിട്ട് അതങ്ങനെ ചെയ്യാം. അതുപോലെ ലോക്ക് TV റോളുള്ളവർക്ക് മാത്രമേ ഇത് തുറക്കാൻ പറ്റുന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റുമോ? ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട്, എനിക്ക് മനസ്സിലായി. നിഞ്ച നിനക്ക് ഇത് MLO അല്ലേ? ഇത് വൈമാപ്പാട് അടിക്കാൻ പറ്റുമോ? അടിക്കാം, പക്ഷേ ഭംഗി ഉണ്ടാവില്ല. അല്ല ഭംഗി എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഞാൻ വേറെ ഐഡിയ പറഞ്ഞുതരാം. ഇത് ചെറുക്കൻ നല്ലത് ചെയ്ത് എന്തോ ഞെക്കി പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. ഇങ്ങനെ ആ ചെറുക്കൻ കുത്തിയിരുന്ന് പണിത് നീ നശിപ്പിക്കണം കേട്ടാ. ഇതുവരെ ഞാൻ പറഞ്ഞു കൊടുത്ത ഐഡിയ എല്ലാം ക്ലിക്കാണ്, അറിയാവോ? എല്ലാം ടോപ്പ് നോച്ചാ ഇട്ട പേരും. ഓക്കെ അപ്പൊ പ്ലാൻ അനുസരിച്ച് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ചെയ്യാം, സെറ്റ് ആക്കാം. ഓക്കെ എടാ അപ്പൊ നാളെ ആരും മറക്കരുത്. നാളെ 10 മണിയാകുമ്പോ എല്ലാം 30 എണ്ണം അവിടെ ഉണ്ടാവണേ. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ബാൻ ഉള്ളവർക്കൊക്കെ നാളെ ഇത് ചെയ്യാൻ വേണ്ടി ഇവിടെ കേറാൻ പറ്റൂല. നമുക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മറ്റേ സെർവറിൽ ഒരുപാട് ക്രൗഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമ്മളൊരു സാധനം കയറ്റിയെന്ന് കരുത്, അതിലിപ്പോ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് കരുത്, നമുക്കൊന്ന് റീസ്റ്റാർട്ടോ അല്ലെങ്കിൽ അതൊന്ന് മാറ്റാനോ ഭയങ്കര പാടായിരിക്കും. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സ്വസ്ഥമായിട്ട് RPയും ചെയ്യാം. നമുക്കിപ്പോ സിറ്റിസൺസിനെ എല്ലാം ഇൻവോൾവ് ചെയ്യേണ്ടതെല്ലാം അവിടെ തന്നെ ചെയ്യാം. അല്ല നമ്മുടെ ഗ്യാങ്ങിന്റെ അകത്തുള്ള എല്ലാം വേണമെങ്കിൽ നമ്മുടെ 3 പേരെ മിസ്സസ് ഐഡി എപ്പോഴാ സെറ്റ് ചെയ്യണ? അല്ല നാളെ പറഞ്ഞാൽ മതി, ഇപ്പൊ പറയണ്ട. അപ്പൊ നിഞ്ച ഒന്ന് വന്നേ. നിഞ്ച നിഞ്ച അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഡ്യൂട്ടി നീ പയ്യെ ചെയ്താൽ മതി, ധൃതിയും പ്രഷറൊന്നും ഇല്ല. അടുത്തത് നമുക്ക് അണ്ടി ഫാക്ടറി. അതിന്റെ ഡ്രീം പ്രൊജക്റ്റാ. അത് കുറച്ച് വലുപ്പം വേണം. പ്രൊഡക്ഷൻ യൂണിറ്റ്, ഓഫീസ് ഉറപ്പല്ലേ? എന്ന് പറഞ്ഞാൽ എടാ നമ്മള് പണ്ട് തൊട്ട്, അതായത് TV-യുടെ ഫോർമേഷൻ സ്റ്റേജ് തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞൊരു സാധനം എന്ന് പറയണത് ഇതാ. അപ്പോൾ നമുക്കതൊരു നല്ലൊരു ഗോഡൗൺ വേണം, മറ്റേ സ്റ്റോറേജ്, മെഷീനറീസ്, ഓഫീസ് എല്ലാം വേണ്ട, ട്രാൻസ്പോർട്ടേഷൻസ് എല്ലാം ഉള്ള ഒരു സംഭവം. ഈ അണ്ടി ഫാക്ടറി പണിയുന്ന സമയത്ത് മെയിനായിട്ട് ഞാൻ പറയാം, ജോഗിക്ക് ഒരു ഓഫീസ്, അപ്പാപ്പനൊരു ഓഫീസ്, ചന്ദ്രൻ്റെ ഓഫീസ്, എനിക്കൊരു ഓഫീസ്. മനസ്സിലായി? അത് അത്രയും സാധനം കൂടെ അതിനകത്ത് ഇൻവോൾവ് ആവണം. ഓക്കെ സെറ്റ്. നീ പയ്യെ സമയം എടുത്ത് പണിതാ മതി കേട്ടാ. ഇത് എനിക്ക് ഫസ്റ്റ് അത് തന്നോണ്ടേ ഫസ്റ്റ് വർക്ക് എനിക്ക് കൊടുക്കത്തെ ടെൻഷനും പ്രശ്നമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ. നീ എല്ലാവരോടും ചോദിച്ചു നോക്കുക അഭിപ്രായം. എന്നുവെച്ചാൽ ഞാൻ പറയട്ടെ, ചില വൈമാപ്പുകൾ കൊണ്ടുവരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഈ പറയണത് പോലെ ഭയങ്കര ഒരു ചില സാധനങ്ങൾ കാണുമ്പോൾ ആർട്ടിഫിഷ്യൽ ഒക്കെ. ഇതൊരു നല്ലൊരു ഇന്റീരിയർ ഉള്ള, നമ്മൾ വെളിയിൽ നിന്ന് ഒരു ഷോറൂം ഒക്കെ കാണുന്നത് പോലെ ഉണ്ട്. സത്യമായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയാം, നല്ല രസമുണ്ട് കാണാൻ. നീറ്റ് ആൻഡ് ക്ലീൻ സാധനം. അതല്ല ഞാനപ്പേ അണ്ണാ, ഇതെങ്ങനെ തീർക്കാൻ വേണ്ടി ഒരു 36 മണിക്കൂറായിട്ട് ഉറങ്ങിയിട്ടില്ല.
പിന്നെ അങ്ങനത്തെ ചില വട്ടകളുണ്ട് വാസുവിന്. തീർക്കണ്ടെന്ന് പയ്യെ മതിയെന്ന്. ഫസ്റ്റ് എന്നവർക്ക് എനിക്കൊരു 36 മണിക്കൂർ നിനക്ക് വിടാം ചത്തുപോകും. അല്ല ഞാൻ ശരിയായതാ. ചത്ത് പോയി അവൻ, ആത്മാവ് മാത്രമേ ഉള്ളൂ ഇവിടെ. എടാ പിന്നെ എന്താ നമ്മുടെ ബാബു ഇല്ലേ, ബാബു വരുമ്പോ അവൻ ഇതൊക്കെ കാണുമ്പോ വിഷമോ, അവനെയും കൂടെ കുറെ ഫോട്ടോയിലും പടത്തിലും ഒക്കെ കൊണ്ടുവരണ കണ്ടാ അവന് ഭയങ്കര ഈഗോ ആവും. ഞാന് കൊറേ തപ്പിത് കിട്ടില്ലേ അത് നമ്മുടെ അപ്പുക്കുട്ടനോട് പറഞ്ഞാ എടുത്തൊരു ഫോട്ടോ എടുത്തു തരും അപ്പുക്കുട്ടൻ നല്ലേ. ഓക്കെ ഓക്കെ നമുക്ക് പുതിയ ലോഗിൻ പുതിയ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. ഞാനിപ്പോ ഇന്ന് വേണ്ടി ഒരു ഇത് സെറ്റ് ചെയ്ത് എന്റെ റൂം പണിയുമ്പോ എന്റെ റൂമിനകത്ത് ഞാനും ബാബുവോട് നിൽക്കുന്ന ഒരു നല്ല ഫോട്ടോ വേണം. ഓക്കെ 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 കേട്ടാ? അത് മറ്റേ സ്ഥലത്തേക്കല്ലേ? ആ മറ്റേത് മറ്റേത് ആ എലിവിദ്യാലയം പൊളിച്ചു കളഞ്ഞിട്ട് നമുക്ക് അസോസിയേറ്റ്സ് അവിടെ വെച്ചാലോ? കേട്ടില്ല. എലിവിദ്യാലയം പൊളിച്ചു കളഞ്ഞിട്ട് അത് നല്ലൊരു പ്ലാനാണ്. അല്ലെ വേണമെങ്കിൽ അണ്ടി ഫാക്ടറി വേണം അതിന്റെ മണ്ടയ്ക്ക് പണിയാം. അത് നല്ലതാണ്. സത്യം സ്കൂളിന്റെ ഒരു ഉപയോഗമില്ല. ബാഡ് ബോയ്സ് ആ ഓഫീസേ ബാബുവിനോട് ഒരെണ്ണം പണിയെങ്കിൽ പറ്റുമെങ്കിൽ പണി കേട്ടോ. ഞാനിങ്ങനെ ഓരോന്ന് കൂട്ടുമല്ല. ഇവിടെയാണോ അതോ? അതല്ല ഇവിടെ അല്ല മറ്റേതല്ലേ അവിടെ സെറ്റ് ന്യൂ ഗണ്ണ് കാണിക്കാൻ പറയുന്നു. അപ്പ ഇവിടെ പുതിയ ഗണ്ണുണ്ടോ അപ്പ? ഇവിടെ ഇല്ല, അത് വേറെ ടെസ്റ്റ് വേറെ സെർവറാണല്ലേ, അല്ലെങ്കിൽ ഞാൻ റിവീൽ ചെയ്യാറുന്നത് ചെയ്തല്ലേ. സുൽത്താന് ശേഷം അത് സുൽത്താന് ശേഷം എന്റെ അടുത്ത റിവീൽ സുൽത്താന് ഞാൻ റിവീൽ ചെയ്തല്ലേ. സുൽത്താന് ടെസ്റ്റ് ഡ്രൈവ് എല്ലാം നടത്തിയത് ഞാനാണ്. അതോടുകൂടി സുൽത്താൻ പോയി. അയ്യോ പക്ഷെ വാസവൻ തൊട്ടതെല്ലാം പൊന്നായിട്ടേ ഉള്ളു വാസവനെ. ഞാൻ തൊട്ടവരുടെ പുറത്തു പോയത് ഇവന്മാര് മാത്രമേ ഉള്ളൂ. എന്റെ നെഞ്ചത്തോട്ട് കയറുന്നത് അവിടെ ഞാൻ അണ്ടി ഫാക്ടറി അല്ല, അവിടെ ഞാൻ ബാറാണ് പണിയാൻ പോണത്. നീ നോക്കിയിരുന്നോ? നീ ഒരു ദിവസം പോയിട്ട് നിന്റെ കൊക്കിനെയും കൊളയട്ടയൊക്കെ കാണാൻ വരുന്നതിന്റെ അന്ന് നീ ഒരു ദിവസം വരുമ്പോ അവിടെ ബാറിൽ ആൾക്കാർ ക്യൂ നിൽക്കുന്നതായിരിക്കും നീ കാണാൻ പോണത്. എഴുതി വെച്ചോ അവളുടെ സത്യം. സ്ത്രീ വീട്ടിൽ നോക്കിയ തൂക്കത്തില്ലേ വേണ്ട. നിനക്ക് ബുദ്ധിയില്ലേ നിനക്ക്? ചോറാണ് പിണ്ണാക്കാണ്. തിരിച്ച് നമുക്ക് ഗാംഗസിലോട്ട് പോകാം. ഏതായിരുന്നു നമ്മുടെ വണ്ടി? കേരളല്ലേ